അഭ്രപാളിയിൽ അഭിനയത്തിൻ്റെ മാന്ത്രികത സൃഷ്ടിച്ച കലാകാരനാണ് പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ 98-ാം ജന്മദിനം ആഘോഷിക്കുമ്പോഴും മലയാളത്തിൻ്റെ നിത്യഹരിത നായകന് ഒരു സ്മാരകം എന്നത് ഇന്നും വാഗ്ദാനം മാത്രമാണ്. കലാപ്രതിഭ മൺമറഞ്ഞിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇന്നും സർക്കാരിനോട് അഭ്യർത്ഥനയുമായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, പ്രേം നസീറിന് ഒരു സ്മാരകം, അത് കുടുംബം ആഗ്രഹിക്കുന്നു, നാട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതുവരെ അത് യാഥാർത്ഥ്യമായില്ല. അദ്ദേഹം നമ്മെ വിട്ടു പോയിട്ട് 36 വർഷം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ജന്മദിനം അതൊരു വാഗ്ദാനം മാത്രമായി ഒടുങ്ങുകയാണ്. എന്തുകൊണ്ട് പ്രേം നസീറിന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു സ്മാരകം ഉണ്ടാവുന്നില്ല? എന്താണ് കാരണം? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, നിത്യഹരിത നായകൻ നമ്മോട് വിട പറഞ്ഞിട്ട് ഇത്രത്തോളം വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ വർഷങ്ങൾക്കിപ്പുറവും ഒരു സ്മാരകം വേണം എന്നുള്ള ആവശ്യം അത് ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കുടുംബമാണെങ്കിലും നാട്ടുകാരും ഒക്കെ തന്നെ നിരവധി തവണ വിവിധ സർക്കാരുകൾക്ക് മാറി മാറി നിവേദനങ്ങളും കത്തുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കത്തുകളൊക്കെ നൽകിയെങ്കിലും ആ വാക്ക്, സർക്കാരിന്റെ ഉറപ്പ് ജലരേഖയായി മാറി. പ്രേം നസീർ മരണപ്പെട്ടതിന്റെ തൊട്ടു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ചിറയൻകീഴ് ചേർന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഒരുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത് അധികാരികളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് ഓരോ തവണയും അത് ഉടനുണ്ടാകും എന്ന് പറയുന്നതല്ലാതെ അത് ജലരേഖയായി മാറിയിരിക്കുന്നു. അനന്തമായ ആവശ്യം നീളുന്നു. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, 98ാമത് ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ കുടുംബം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ആ സ്മാരകം നിർമ്മിക്കാൻ ഇനിയും വൈകരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. 2020 മുഖ്യമന്ത്രി സ്മാരകത്തിന് ചിറയൻകീഴിൽ, അദ്ദേഹത്തിന്റെ ജന്മദേശമായ ചിറയൻകീഴിൽ അതിന് തറക്കല്ലിട്ടതിന് ശേഷം അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലോകമറിയുന്ന ഏറ്റവും വലിയ ഒരു കലാകാരൻ, ഒരു കലാപ്രതിഭ, അദ്ദേഹത്തെ വേണ്ടവിധം അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയാത്തതും അല്ലെങ്കിൽ ആ സ്മാരകത്തിന് തറക്കല്ലിടാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും ഇത്രത്തോളം കാലങ്ങൾ വൈകി എന്നുള്ളതേറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്മാരകം പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ആ തറക്കല്ലിട്ടതിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ. അതും 15,000 ചതുരശ്ര അടിയുള്ള കെട്ടിടം, ഓപ്പൺ തിയേറ്റർ, അതോടൊപ്പം തന്നെ പ്രേം നസീറിന്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേക ഗാലറി, ഇതൊക്കെ തന്നെ ആ ഒരു സ്മാരകത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം അന്ന് മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അതിന് കാലതാമസം ഉണ്ടാകില്ല. സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും 1 വർഷത്തിനുള്ളിൽ തന്നെ സ്മാരകമെന്ന സ്വപ്നം പൂർത്തിയാക്കും. അത് അദ്ദേഹം ചിറയൻകീഴ് അദ്ദേഹത്തിന്റെ സ്വദേശമാണ്. അദ്ദേഹത്തെ അടക്കിയതും അദ്ദേഹത്തിന്റെ അടക്കവും ആ ജന്മനാട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്തിൽ കളിച്ച ആ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ ആ ഒരു സ്മാരകം, അതായത് ചിറയൻകീഴിലെ കലാഗ്രാമത്തിൽ സ്മാരകം ഒരുങ്ങുന്നു എന്നുള്ളത് മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ആരാധകർക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. 1 വർഷത്തിനുള്ളിൽ സ്മാരകം പൂർത്തിയാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്രത്തോളം വർഷങ്ങൾ പിന്നിട്ടു എന്നുള്ളതാണ്. ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടില്ല. മാത്രമല്ല, ആ തറക്കല്ലിട്ട ആ സ്ഥലം ഇപ്പോൾ ചവറുകളും മറ്റും കൂട്ടിയിട്ട് കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ലോകമറിയുന്ന ഏറ്റവും വലിയ ഒരു കലാകാരൻ, ഏതാണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ 8 വർഷങ്ങളിൽ 781 സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഓരോന്നും വ്യത്യസ്തമായിരുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭംഗി, ഇതൊക്കെ തന്നെ ആരാധകർക്ക് വളരെയധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും സിനിമകളിൽ ബന്ധു നാസർ താജ് ചേരുന്നു. നാസർ, പ്രേം നസീർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരം. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ജന്മനാട്ടിൽ ഒരു സ്മാരകം ഇതുവരെയായും ഉയർന്നിട്ടില്ല. എന്തുകൊണ്ടാണിത്? എന്താണ് തടസ്സം? ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം എല്ലാ ഗവൺമെന്റുകളെയും, അന്നൊന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകളെയും ഞങ്ങൾ സമീപിച്ചിരുന്നു. അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാ ഗവൺമെന്റുകളും തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയതല്ലാതെ ആരും തന്നില്ല. പല മുഖ്യമന്ത്രിമാരും നമുക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രേം നസീറിന്റെ പേരിൽ സ്മാരകം
തിരുവനന്തപുരത്ത് തന്നെ തരാമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ ആരും തന്നില്ല. അത് ഞങ്ങൾക്ക് ഇന്നും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ പുള്ളി കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പ്രൈം മിനിസ്റ്റർ കോൺഗ്രസിൽ ചേർന്ന് അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അന്ന് കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പോലും ഞങ്ങൾ ആവശ്യപ്പെടുന്നിരുന്നു അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം വേണമെന്ന്. എല്ലാവരും തരാമെന്ന് പറയുന്നതല്ലാതെ ആരും തന്നിട്ടില്ല. യെസ്, തരാമെന്ന് പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. മാറി വരുന്ന ഭരണകൂടങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട്, പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല. കുടുംബം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എന്താണ് തടസ്സം എന്നാണ് നിങ്ങളുടെ അനുമാനം? ഞങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് ഇന്നും പിടികിട്ടാത്ത ഒരു രഹസ്യമാണ്. കാരണം എല്ലാ ഗവൺമെന്റുകളും തരാമെന്ന് പറയുന്നെങ്കിലും തരുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം കലാകാരനായതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അത് അങ്ങനെ ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന് കിട്ടാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇത്രയും ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. അതുപോലെ 600-ലധികം സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം തിരുവനന്തപുരത്ത് തന്നെ കിട്ടണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ വർഷം ഇപ്പോൾ 35 കഴിഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടിട്ട് 35 വർഷം ഇത് ഇപ്പോൾ കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് ഉചിതമായ ഒരു മറുപടി ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല. എന്താണ് കാരണമെന്ന് ഇപ്പൊ ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് പല സംശയങ്ങളും ഉള്ളിലുണ്ട്. അത്രയേ ഉള്ളൂ. ശ്രീ നാസർ, ഈ സ്മാരകത്തിന് തറക്കല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശിലാഫലകം അത് ചിറയൻകീഴ് ഉണ്ടോ ഇപ്പോഴും? ചിറയൻകീഴ് ഈ ഗവൺമെന്റ് ഒരു സ്മാരകം തുടങ്ങാനായിട്ടുള്ള ഒരു തറക്കല്ലിടുകയും അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവിടുത്തെ MLA തന്നെ മുന്നിട്ടിറങ്ങി ഒക്കെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് അറിഞ്ഞത് അത് പ്രൈം മിനിസ്റ്ററിന് മാത്രമല്ല, ആ ചിറയൻകീഴുള്ള മറ്റ് കലാകാരന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് നീങ്ങുന്നതെന്ന് അറിഞ്ഞു. അതായത് G. ശങ്കരക്കുറുപ്പ്, പിന്നെ കൊടിയേറ്റം ഗോപി, പ്രേം നസീർ, അങ്ങനെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മാരകമാണ് പണിയാൻ സർക്കാർ ഉദ്ദേശിച്ചതെന്നാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് ഒരു സ്മാരകം വേണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ശ്രീ നാസർ, ഈ സ്മാരകം എന്നതുകൊണ്ട് എന്താണ് കുടുംബം ഉദ്ദേശിക്കുന്നത്? ഒരു പ്രതിമയിൽ മാത്രം ഒതുക്കേണ്ടതല്ല നസീറിനെ, അല്ലേ? അതെ, അല്ല പ്രതിമ സത്യത്തിൽ പ്രേം നസീറിൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കേരളത്തിൽ പിറവി കൊള്ളേണ്ടതാണ്. അങ്ങനെ വലിയൊരു രൂപരേഖയാണോ കുടുംബത്തിൻ്റെ മനസ്സിലുള്ളത്? അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അഭിനയിച്ച സിനിമകളുടെയൊക്കെ ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കി അതിന്റെ ചിത്രങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോ പറഞ്ഞതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അദ്ദേഹത്തിന് സിനിമയെ സംബന്ധിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതുപോലുള്ള പഠന കേന്ദ്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ അതിനെപ്പറ്റി വിഭാവനം ചെയ്തിരുന്നു. ഒന്നും ഒരു ഭൂമി കിട്ടാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പിന്നെ മുന്നോട്ട് ചിന്തിക്കാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതാണ് ഞങ്ങളെ എല്ലാവരെയും വ്യാകുലപ്പെടുത്തുന്നത്. വളരെയധികം നന്ദി ശ്രീ നാസർ പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും രശ്മിയിലേക്ക് പോവുകയാണ്. രശ്മി, നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം കലാകാരനായതുകൊണ്ട് പ്രേം നസീറിനെ മാറ്റി നിർത്തുകയാണോ എന്നൊരു സംശയം ഉണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ചിറയൻകീഴ് തറക്കല്ല് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് നസീറിന് മാത്രമായിട്ടുള്ള ഒരു സ്മാരകം അല്ല, മറ്റ് പലരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മാരകം. അതാണ് സർക്കാർ വിഭാവനം ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും കുടുംബത്തിന് താല്പര്യം ഇല്ല. മാത്രമല്ല, മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളുടെ മുന്നിലും ഇത്തരമൊരു അപേക്ഷയുമായി ഇവർ ചെന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ സ്മാരകം യാഥാർത്ഥ്യമാകുന്നില്ല. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? പലതവണ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർ പലതവണ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. തറക്കല്ലിട്ട ഒരു സമയം, അതായത്
20 ഈ തറക്കല്ലിടുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നാട്ടുകാർ വെച്ചു പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അതായത് ഒരു ഓപ്പൺ എയർ തിയേറ്റർ, അതോടൊപ്പം തന്നെ നസീറിന്റെ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഗാലറി, ഒരു 3 നില കെട്ടിടം, 15,000 അടിയുള്ള ഒരു കെട്ടിടം, അതൊരു 3 നില കെട്ടിടം, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സ്മാരകം എന്നുള്ളതായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞിരുന്നത്. സാംസ്കാരിക വകുപ്പിന്റെയും MLA ഫണ്ടിൽ നിന്നുമൊക്കെ അതിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പും നൽകിയിരുന്നു. പിന്നീട് പലതരത്തിൽ അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റു കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തി നിർമ്മിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുസ്ലിം കലാകാരനായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഇത്രത്തോളം വർഷങ്ങൾ കടന്നുപോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ നസീറിനെ പോലെ കലയിൽ ഇത്രത്തോളം കഴിവുള്ള ഒരാൾ, ഇത്രത്തോളം ചിത്രങ്ങൾ, അതായത് 38 വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ അദ്ദേഹം 700-ലധികം ചിത്രങ്ങളിൽ നായകനാകുന്നു. സാഹിത്യത്തിലും അഭിനയത്തിലും സംഗീതത്തിലുമൊക്കെ അപാര പാണ്ഡിത്യമുള്ള ആളാണ് പ്രേം നസീർ. അദ്ദേഹം ലോകത്തിന് തന്നെ വളരെ പരിചിതനായിട്ടുള്ള ഒരു കലാകാരനാണ്. 80-ലധികം നായികമാർ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 100-ലധികം ചിത്രങ്ങളിൽ ഷീലയായിരുന്നു നായിക. പ്രേം നസീറും ഷീലയും തമ്മിലുള്ള ആ ഒരു കോംബോ, ആ താരജോഡികൾ, അത് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ഇപ്പോഴും പ്രേം നസീർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു അഭിനയ രീതിയും അദ്ദേഹത്തിന്റെ സൗന്ദര്യവും ഒക്കെ ഇന്നും ഈ ഒരു ജനറേഷനിലുള്ളവർക്ക് പോലും അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അത്രയും പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും. ആ ലോകം അംഗീകരിച്ച ആ ഒരു കലാകാരന് വേണ്ടി ഗിന്നസ് റെക്കോർഡുകൾ ഒക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇത്രത്തോളം പ്രഗത്ഭനായ ഒരു കലാകാരന് വേണ്ടി ഒരു സ്മാരകം, അത് അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അധികം വൈകാതെ തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രത്തോളം കാലം എടുക്കുന്നു? അത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കുടുംബം കത്ത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. മകനും മകളും പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഒരു അഭ്യർത്ഥനയായിട്ട് ഇനിയും അത് വൈകരുതേ എന്നുള്ളതാണത്. അവരുടെ വലിയ ആഗ്രഹമാണ് അത്തരത്തിലുള്ള ഒരു സ്മാരകം. അത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ ഇടപെടുകയാണ്. തിരക്കഥാകൃത്ത് വിനു കിരിയത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വിനു കിരിയത്ത്, ഒരു നാടക നടനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ 1951 ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. സത്യൻ്റെയും നസീറിൻ്റെയും അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ത്യാഗസീമ. പക്ഷേ അത് റിലീസായില്ല. 1952 അടുത്ത വർഷം പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് ബിഗ് സ്ക്രീനിൽ അദ്ദേഹം സാന്നിധ്യം ഉറപ്പിച്ചത്. പകരം വെക്കാനാവാത്ത അതുല്യനായിട്ടുള്ള ചലച്ചിത്ര താരം, ഗിന്നസ് റെക്കോർഡിൽ പേര് അടയാളപ്പെടുത്തിയ ഒരു ചലച്ചിത്ര താരം, എവർഗ്രീൻ ഹീറോ അല്ലേ? അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം, അത് അദ്ദേഹം മൺമറഞ്ഞിട്ട് 38 വർഷം കഴിഞ്ഞിട്ടും അത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ യാഥാർത്ഥ്യമായില്ല. എന്തുകൊണ്ടായിരിക്കാം വിനു കിരിയത്ത ഇതിൽ സർക്കാർ ഒരു താല്പര്യം കാണിക്കാത്തത്? അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ സ്മാരകം ജനഹൃദയങ്ങളിലുണ്ട്. കാരണം ഒരു പക്ഷേ നടൻ എന്നുള്ളതിലുപരി ഒരു യഥാർത്ഥ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് നസീർ സാറ്. ഞാനിത് പറയാൻ കാരണം, താങ്കൾ ആദ്യം പറഞ്ഞ ത്യാഗസീമയും മരുമകളും, നാടക നടനായിരുന്ന അദ്ദേഹത്തെ സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന എന്റെ കൊച്ചപ്പൂപ്പനാണ്, അഡ്വക്കേറ്റ് CI പരമേശ്വരൻ പിള്ളൈ. അദ്ദേഹം ഇന്നത്തെ സ്വർണ്ണകമല, പത്മശ്രീ അന്ന് സ്വർണ്ണകമലമായപ്പോ കിട്ടിയ ഒരു മലയാളി അപ്പൂപ്പനേ ഉള്ളൂ. അപ്പൂപ്പൻ കേരള യൂണിവേഴ്സിറ്റി ഒരു മത്സരത്തിൽ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഇന്റർവ്യൂ ഉള്ളൂ പ്രേം നസീറിന്റെ, നമ്മുടെ കൈലാസ്നാഥിന്റെ. അതിൽ പറയുന്നുണ്ട്, അപ്പൂപ്പന്റെ പേര് എടുത്ത് പറയുന്നുണ്ട്, CI സാറാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതെന്ന്. അങ്ങനെ അപ്പൂപ്പൻ അച്ഛനായിട്ടും നസീർ സാറ് മകനായിട്ടും അഭിനയിച്ചതാണ് ത്യാഗസീമ. ആ പടം റിലീസ് ചെയ്ത തൊട്ടടുത്ത് മരുമകൾ, അതിലും അപ്പൂപ്പൻ അച്ഛനായിട്ടും പ്രേം നസീർ മകനുമായിട്ടായിരുന്നു. പക്ഷെ അപ്പൂപ്പന് നാടകത്തിലായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പൂപ്പന് സ്വർണ്ണകമലം കിട്ടിയതും ഷേക്സ്പിയർ നാടകം, അപ്പൂപ്പൻ ഇംഗ്ലീഷ് ഡ്രാമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് CI പരമേശ്വരൻ. അന്ന് തുടങ്ങിയ ബന്ധമാണ്. എന്റെ ചേട്ടന് അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും, തകല് കൊട്ടാമ്പ്രം, സ്വപ്നങ്ങളെ വിണർങ്ങുന്ന പറഞ്ഞ പാട്ടൊക്കെ നമുക്ക് ഇന്നും ഷീല, നസീർ സാറ് വർഷങ്ങൾക്ക് ശേഷം 6 വർഷത്തെ പിണക്കത്തിന് ശേഷം ഷീലയോടൊപ്പം പിണക്കം മാറ്റി അഭിനയിച്ചത് തകലോട്ടമ്പലത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ വീടുമായിട്ടും അത്രയും ആത്മബന്ധമുള്ള ആ നടന് ഇന്നും ഒരു സ്മാരകമില്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ. കാരണം ഇത്രയും ലാളിത്യമുള്ള, അതായത് ആ റെക്കോർഡിനെ ആർക്കും ഭേദിക്കാൻ പറ്റില്ല.
ഷീലയോടൊപ്പം മാത്രം ഏകദേശം 264 ചിത്രങ്ങളിലെ നായകൻ എന്നാണ് എന്റെ ഒരു ഓർമ്മ. അതുപോലെ ആർക്ക് പറ്റൂ ഇനി? അതിലുപരി അദ്ദേഹം നിർമ്മാതാക്കളെ സഹായിക്കുന്ന ഒരു പടത്തിൽ നഷ്ടം വന്നാൽ അതേ നിർമ്മാതാവിന്റെ ക്ലാസ്സേ നമുക്ക് ഒരു പടവും കൂടെ ചെയ്യാൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കുന്ന ആ നന്മയൊക്കെ ഞാൻ പലപ്പോഴും പറയും. അതൊക്കെ കണ്ടു പഠിക്കണം നമ്മുടെ യുവ തലമുറ എന്ന് പറയുന്നത്. ശാർക്കരയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോഴത്തേക്കും വലിയൊരു ഫംഗ്ഷൻ അദ്ദേഹത്തിന്റെ നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ വെച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ മുഖ്യ പ്രാസംഗികനായിട്ട് ഞാൻ പോയിരുന്നു. കാരണം കുടുംബ ബന്ധം വെച്ചിട്ട്. അതുപോലെയുള്ള ഒരു ഞാൻ തകലൂട്ടാമ്പുറം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഞാൻ കണ്ട കാഴ്ച സ്ത്രീകളൊക്കെ വന്ന് കാലിങ്ങനെ തൊട്ട് തൊഴുകയാണ്. അവിടെ അങ്ങേ അയ്യോ വേണ്ട എന്തൊരു ലാളിത്യമാണെന്നറിയും. അതുപോലെ ഭക്ഷണ കാര്യത്തിലായാലും അമൃത ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുള്ളായിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നാല് ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പൂപ്പനെ കാണാനൊക്കെ വരുമായിരുന്നു. ഇത്രയും സിമ്പിൾ ഒരു മനുഷ്യൻ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമുക്കൊന്നും അദ്ദേഹത്തിനൊക്കെ ഒരു സ്മാരകം ഇത് ഇനി പറയണം നമുക്ക് നാണക്കേടായി തുടങ്ങി, സത്യം പറയാമല്ലോ. കാരണം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് സ്മാരകം വേണം. അത് മുക്കിന് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ സിനിമയിൽ 2-3 രംഗങ്ങൾ ചെയ്തവരുടെ പ്രതിമ വയ്ക്കുന്ന കാലമാണ് അല്ലേ? നസീർ സാറിന് വച്ചില്ലെങ്കിൽ ആരോട് പറയാൻ? തീർച്ചയായും വിനുകിരിയത്ത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്മാരകം നിർമ്മിക്കാനുള്ള യാതൊരു നീക്കവും ഇല്ല. 38 വർഷം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കലാകേരളത്തിൽ നിന്ന് അദ്ദേഹം മൺമറഞ്ഞിട്ട് 38 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നമുക്ക് അമ്മയുൾപ്പെടെ നിരവധി സിനിമാ സംഘടനകൾ ഉണ്ട് അല്ലേ? ഇനി അത്തരത്തിലുള്ള സംഘടനകൾ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്ന് അങ്ങനെ ഒരു സ്മാരകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം അത് ആരംഭിക്കേണ്ടതല്ലേ? ആരംഭിക്കേണ്ടതാണ്. പക്ഷെ നോക്കൂ, അതിന് തീർച്ചയായിട്ടും ആ വീട്ടുകാരുടെ ഇനിഷ്യേറ്റീവ് വേണം. കാരണം ഇവരുടെ പ്രതിമ വച്ചുകൂടാന്ന് ഇവരുടെ ഒരു മതത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ മതപ്രകാരം പ്രതിമകളോ ഒന്നും പാടില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ മതവുമായിട്ടൊക്കെ ആലോചിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ മതവും നമ്മൾ അവരവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടുകാർ. ശ്രീ വിനു കിരിയത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്മാരകം എന്നത് ഒരു പ്രതിമയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. അതുല്യനായ ആ നടൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആദരവ്. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രേംനസീറിൻ്റെ പേരിൽ ആരംഭിക്കുക. അവിടെ പ്രതിഭ വേണമെന്നില്ല, പക്ഷേ എങ്കിലും ആ പേര് അത് ലോകമെങ്ങും ഇനിയും കൂടുതൽ അറിയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ എന്തുകൊണ്ട് സിനിമാ സംഘടനകൾക്ക് മുൻകൈ എടുത്തുകൂടാ? അതിനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. പാലക്കാട് MGRന്റെ വീട് എന്തൊരു മ്യൂസിയമായിട്ട് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ വീട് പോലും ആരും തിരിഞ്ഞു നോക്കുന്നത്. ഈ ഇടയ്ക്ക് എനിക്കൊന്ന് ചലച്ചിത്ര പ്രേംകുമാർ ഇടപെട്ടിട്ടാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തത്. അവിടെ ഒരു ഇതാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഫോട്ടോഗ്രാഫ്സ് മാത്രം മതിയല്ലോ. ഗിന്നസ് റെക്കോർഡിലുള്ള അദ്ദേഹത്തിന്റെ ഇത്രയും സിനിമകളുടെ ഫോട്ടോസ് മാത്രം എക്സിബിഷൻ വെച്ചാൽ പുതുതലമുറയ്ക്ക് ഇതിലപ്പുറം ഒരു സിനിമയെ കുറിച്ച് പഠിപ്പിക്കാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട. അത്രയ്ക്കുണ്ട് കളക്ഷൻസ് അദ്ദേഹത്തിന്റെ. അതെല്ലാം വീട്ടുകാരുമായിട്ട് സഹകരിച്ച് ആ വീടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലോ ആരും ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നല്ല നടനുള്ള അവാർഡ് പോലും ഇതുവരെ ഒരു ഗവൺമെന്റും കൊടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്മാരകം ഈ പറഞ്ഞ പ്രതിമ വേണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ ബിൽഡിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് മനോഹരമാക്കി അവിടെ ആക്ടിംഗ് ക്ലാസ് പോലും തുടങ്ങാമല്ലോ. അദ്ദേഹം ഡ്രാമയിൽ കൂടെ വന്നൊരു മനുഷ്യനാണ്. നല്ല പ്രഗത്ഭരായ കലാകാരന്മാരെ വെച്ച് ഒരു ആക്ടിംഗ് ക്ലാസ് നസീറിന്റെ പേരിൽ ചെയ്യാമല്ലോ. യുവതലമുറയ്ക്ക് ഒരുപാട് പ്രചോദനം കിട്ടൂല അതിൽ നിന്ന്. തീർച്ചയായും വിനിയോഗിരിയത്ത്, എന്തായാലും പ്രേംനസീറിന്റെ 98ാം ജന്മദിനം ആഘോഷിക്കുമ്പോഴും മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ഒരു സ്മാരകം എന്നത് വെറും വാഗ്ദാനം മാത്രമായി അവശേഷിക്കുന്നു. കലാപ്രതിഭ മൺമറഞ്ഞിട്ട് 38 വർഷങ്ങൾ ആയെങ്കിലും ഇന്നും സർക്കാരിനോട് അഭ്യർത്ഥനയുമായി കാത്തിരിക്കുകയാണ് കുടുംബം. ഇനിയെങ്കിലും മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് മുൻകൈ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.